നിങ്ങൾ മിക്ക പുരുഷന്മാരും അറിയാത്ത സ്ത്രീകളെ ആകർഷിക്കാനുള്ള അതീവ രഹസ്യമായ തന്ത്രം നിങ്ങൾക്കിപ്പോൾ വെളിപ്പെടാൻ പോകുകയാണ്. ഈ വീഡിയോ പൂർത്തിയാക്കുമ്പോഴേക്കും സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണം, അവരുടെ മനസ്സിനെ എങ്ങനെ മനസ്സിലാക്കണം, നിങ്ങളെ വീണ്ടും കാണാനും നിങ്ങളുടെ ശബ്ദം കേൾക്കാനും അവർക്ക് ആകാംക്ഷ തോന്നുന്ന രീതിയിൽ എങ്ങനെയാക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ കഴിയും. ഇത് നിങ്ങളാണ്. ഇത് നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയും. നിങ്ങൾ അവളോട് എന്തു പറയണം? നിങ്ങൾ എന്താണ് സംസാരിക്കേണ്ടത്? സംഭാഷണം എങ്ങനെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാം? ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ വരുത്തുന്ന ആദ്യത്തെ തെറ്റിതാണ്. അവളോട് സംസാരിക്കുമ്പോൾ സംഭാഷണ വിഷയത്തെക്കുറിച്ചോ നിങ്ങൾ എങ്ങനെ സംസാരിക്കണമെന്നതിനെക്കുറിച്ചോ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഈ വിഷയത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. നിങ്ങളൊരു പെൺകുട്ടിയുമായി സംസാരിക്കുമ്പോൾ അവൾ വെറുമൊരു മനുഷ്യജീവിയാണെന്ന് ഓർക്കുക. അവൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകേണ്ടതില്ല. അവൾ ആകർഷകമായതുകൊണ്ട് മാത്രം അവളെ വലിയൊരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടതില്ല. ഇത് കേൾക്കുമ്പോൾ ഉപരിപ്ലവവും മുമ്പ് കേട്ടതുപോലെയും തോന്നാം. എങ്കിലും ഇത് നിങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി മുതൽ നിങ്ങൾ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോഴെല്ലാം ഇത് ഓർക്കുകയും അവളൊരു മനുഷ്യൻ മാത്രമാണെന്ന് സ്വയം പറയുകയും ചെയ്യുക. രണ്ടാമതായി നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യം നിങ്ങളെ ഉയർന്ന സ്ഥാനത്തും അവളെ താഴ്ന്ന സ്ഥാനത്തും കാണുക എന്നതാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം. തൽക്കാലം കേൾക്കുക. നിങ്ങളൊരു പെൺകുട്ടിയുമായി സംസാരിക്കുമ്പോൾ അവളുടെ ഉപബോധ മനസ്സ്, അതായത് സ്നേഹത്തെ നിയന്ത്രിക്കുകയും ശരിയായ പുരുഷനെ തേടുകയും ചെയ്യുന്ന സഹജവാസന, നിങ്ങൾ അവൾക്ക് അനുയോജ്യനായ വ്യക്തിയാണോ എന്ന് വിലയിരുത്തും. നമ്മുടെ മുൻപത്തെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ വികാരങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരാണെന്നും അവർക്ക് തോന്നുന്ന കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. ഒരു സ്ത്രീക്ക് ആകർഷണം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. സ്ത്രീകളുമായി വിജയകരമായി ഇടപഴകാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ ആശയമാണ് ആകർഷണം. ആകർഷണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് സ്ത്രീകളുമായും പ്രണയബന്ധങ്ങളിലും ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾ പലപ്പോഴും അവരുടെ തോന്നലുകൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. യുക്തിയേക്കാൾ വികാരങ്ങളാണ് അവരുടെ തീരുമാനങ്ങളെ നയിക്കുന്നത്. അവർ ഒരു കാര്യം കാണുന്നു, ഒരു വികാരം തോന്നുന്നു, ആ വികാരത്തോട് പ്രതികരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ വികാരങ്ങളെ ആശ്രയിച്ചായതുകൊണ്ട് തങ്ങൾക്ക് ആരോടാണ് ആകർഷണം തോന്നുന്നത്, ആരോടാണ് തോന്നാത്തത് എന്നത് അവർക്ക് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. പുരുഷന്മാർ പ്രകടിപ്പിക്കുന്ന ചില സ്വഭാവങ്ങളോട് സ്ത്രീകൾക്ക് ഉപബോധ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ആകർഷണം. അതിനാൽ ആകർഷണം ഉണർത്താൻ ഈ സ്വഭാവങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ നമ്മൾ പ്രത്യേക വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ വ്യക്തമാക്കാം. സ്ത്രീകൾക്ക് ആരോടാണ് ആകർഷണം തോന്നുന്നത് എന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല. അവർക്ക് ആരോടാണ് ആകർഷണം തോന്നാത്തത് എന്നും തീരുമാനിക്കാൻ കഴിയില്ല. ഇതിന്റെ അർത്ഥം ആകർഷണം ഉപബോധ മനസ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് സ്ത്രീകൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സിന്റെ ഈ ഉപബോധ ഭാഗത്തെ ഒരു റഡാറായി സങ്കൽപ്പിക്കുക. നിങ്ങൾ അവളുമായി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് അവർക്ക് അനുയോജ്യനായ വ്യക്തിയാണോ എന്നറിയാൻ വേണ്ടി അത് പ്രകാശിക്കുകയും നിങ്ങളെ സ്കാൻ ചെയ്യാനും തുടങ്ങും. ഈ റഡാർ അവളുടെ ബോധമനസ്സിൽ നിന്ന് വേറിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഈ റഡാറിന് നിങ്ങളെ വേണമെങ്കിൽ അവളുടെ ബോധമനസ്സിന് വേണ്ട എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പല സ്ത്രീകളും അവരോട് മോശമായി പെരുമാറുകയും ചതിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരുമായി പ്രണയത്തിലാകുന്നത്. അവളുടെ യുക്തിപരമായ തലച്ചോറ് നിരന്തരം അവളോട് പറയുന്നു, നീ വീണ്ടും അതേ തെറ്റ് ചെയ്തു, നിന്നെ വീണ്ടും മോശമായി ഉപയോഗിക്കും, നീ വീണ്ടും ചതിക്കപ്പെടും. എന്നാൽ അവൾ ജൈവികമായി വികാരപരമായി ചിന്തിക്കാൻ രൂപപ്പെട്ടതുകൊണ്ടും അവളുടെ റഡാർ യുക്തിപരമായ മനസ്സുമായി ബന്ധമില്ലാത്തതുകൊണ്ടും അവളുടെ യുക്തിക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മൾ മുന്നോട്ടു പോകുന്നതിനു മുമ്പ് നിങ്ങൾ ഈ ഫാക്ട് ഓർക്കണം. ലോകത്തിലെ ഏതൊരു പെൺകുട്ടിയുടെയും പ്രധാന ലക്ഷ്യം ശരിയായ പുരുഷനെ കണ്ടെത്തുക എന്നതാണ്. ഇത് സമൂഹം സാധാരണയായി പറയുന്ന കാര്യമല്ലെന്നറിയാം. എന്നാൽ ഇതൊരു ജൈവിക സത്യമാണ്. ഒരു സ്ത്രീ ശാസ്ത്രജ്ഞയാവോ നാസയിലെ ബഹിരാകാശ സഞ്ചാരിയോ ആയിരിക്കാം. എന്നിരുന്നാലും അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അവൾക്ക് ശരിയായ പുരുഷനെ കണ്ടെത്തുകയാണ്. ഈ ശരിയായ പുരുഷൻ അവൾ തെരഞ്ഞെടുക്കുന്ന ഒരാളല്ല, മറിച്ച് അവളിലുള്ള റഡാർ അവനെ കണ്ടെത്തുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുമ്പോൾ അവളുടെ ഉള്ളിലെ റഡാർ നിങ്ങളെ സ്കാൻ ചെയ്യുന്നുണ്ടെന്ന് ഓർക്കുക. ഈ റഡാർ നിങ്ങളിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ അവളെക്കാൾ മെച്ചപ്പെട്ടവനാണോ അതോ അവൾ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവളാണോ എന്നതിന് നിർദ്ധാരിക്കുന്നു. നിങ്ങൾ അവളുമായി എങ്ങനെ ഇടപഴകുന്നു, നിങ്ങൾ അവളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിലൂടെയാണ് ഇത് നിർദ്ധാരിക്കുന്നത്. നിങ്ങൾ സ്വയം അവളെക്കാൾ മെച്ചപ്പെട്ടവനായി കാണുന്നു എന്ന് അവൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയാൽ നിങ്ങൾ അവളെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് റഡാർ മനസ്സിലാക്കും. ആ സ്ത്രീ നിങ്ങളുടേതാകുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ആശയക്കുഴപ്പവും ബുദ്ധിമുട്ടും സങ്കീർണവുമായി തോന്നാം. എന്നിരുന്നാലും വിശ്വസിക്കൂ, ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. കൂടാതെ ആരാണെങ്കിലും ഒരു സംഭാഷണത്തിന് ശേഷം എന്തുകൊണ്ടെന്ന് പോലും അറിയാതെ ദിവസം മുഴുവൻ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ഒരു പെൺകുട്ടിയെ എങ്ങനെ പ്രേരിപ്പിക്കാമെന്നും നിങ്ങൾ അറിയാൻ പോകുന്നു.
റഡാറിന് നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് തോന്നാൻ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് പറയണം? വളരെ ലളിതമായ ചില കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് അഥവാ ശാരീരിക ഭാഷ. നിങ്ങൾ ശാരീരിക ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ തലയുയർത്തി സംസാരിക്കണമെന്നും കൈകൾ പോക്കറ്റിലിടരുതെന്നും നേരെ ഇരിക്കണമെന്നും പലരും പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം മറക്കുക എന്നാണ്. അതൊക്കെ വെറും അസംബന്ധമാണ്. അത് നിങ്ങളെ ഒരു തരത്തിലും സഹായിക്കില്ല. ശാരീരിക ഭാഷയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയാം. പല പുരുഷന്മാരും ചെയ്യുന്ന ഒരു സാധാരണ തെറ്റാണ് ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുമ്പോൾ അവളിലേക്ക് കൂടുതൽ അടുത്തു ചെല്ലുക. ഇത് പലപ്പോഴും അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നാണ്. കാരണം നിങ്ങൾ അവളിൽ അമിതമായി താൽപര്യം കാണിക്കുന്നു എന്ന് ഇത് ഉപബോധ മനസ്സിൽ സൂചിപ്പിക്കുന്നു. ഇതിനു പകരം അവളിൽ നിന്ന് അകലം പാലിച്ച് സംസാരിക്കാൻ ശീലമാക്കുക. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായി, നിങ്ങൾ അംഗീകരിക്കാത്ത എന്തെങ്കിലും അവൾ പറയുമ്പോൾ അവിടെ നിന്ന് വടന്നു പോകാൻ ശ്രമിക്കുക. ഉദാഹരണമായി, ഒരു പെൺകുട്ടി എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മറുപടി നൽകാം: എനിക്കറിയാം, ഒരുപക്ഷെ എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലായിരിക്കും. നീ എന്തായാലും നല്ലൊരു കുട്ടിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് നടന്നു പോകാൻ തുടങ്ങുക. മിക്കവാറും അവൾ ഒന്നുകിൽ നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വരികയോ അല്ലെങ്കിൽ ഒരു ചെറിയ കമന്റ് കൊണ്ട് നിങ്ങളെ തടയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ കാണും. ആകർഷകമായ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള പുരുഷന്മാരെ സാധാരണയായി കാണാറില്ല. അവർക്ക് ചുറ്റും നടക്കുന്നത് അവരെ പിന്തുടരുന്ന പുരുഷന്മാരാണ്. അതുകൊണ്ട് നടന്നു പോകുമ്പോൾ ഉയർന്ന മൂല്യം അവിടെ കാണിക്കുകയും അത് നിങ്ങളിലേക്ക് അവളെ ആകർഷിക്കുകയും ചെയ്യും. ശാരീരിക ഭാഷയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം തരാം. നിങ്ങളൊരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ അടുത്തിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഉയർന്ന നിലയിലുള്ള ഒരാൾ. നിങ്ങൾ എങ്ങനെയിരിക്കും? നിങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. എന്നാൽ നിങ്ങൾ 10 വർഷമായി അറിയാവുന്ന ഒരു സുഹൃത്തിന്റെയോ സഹോദരന്റെയോ അടുത്തിരിക്കുകയാണെങ്കിലോ നിങ്ങൾ ഇരിക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്നില്ല. കാൽ നീട്ടിയിരിക്കാം, അവരിലേക്ക് ചാരിയിരുന്ന് സംസാരിക്കാം. അവർ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് 2 വ്യക്തികൾ ഇരിക്കുമ്പോൾ ഉയർന്ന മൂല്യമുള്ളയാൾ സുഖമായി ഇരിക്കുകയും മറ്റേയാൾ അടുത്തിരിക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെയും ഇരിക്കും. നിങ്ങളൊരു പെൺകുട്ടിയുമായി സംസാരിക്കുമ്പോൾ ഈ ചിന്താഗതി സ്വീകരിക്കുക. സുഖമായി ഇരിക്കുക. നിങ്ങളെ അവൾ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. കൈ പോക്കറ്റിലിടണോ, എങ്ങനെ ഇരിക്കണമെന്നൊന്നും നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാകരുത്. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഇരിക്കുക. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നതിലല്ല അവൾ ശ്രദ്ധിക്കുന്നത്, മറിച്ച് നിങ്ങൾ സുഖമായി ഇരിക്കുന്നുണ്ടോ എന്നതിലാണ്. ഈ ചിന്താഗതി ജീവിതത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കുക. പെൺകുട്ടികളുടെ മുന്നിൽ മാത്രമല്ല, മറ്റുള്ളവരെ ആകർഷിക്കാൻ ശാരീരിക ഭാഷയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്നത് ദയവായി നിർത്തുക. നിങ്ങൾക്ക് സുഖകരമായത് ചെയ്യുക. ആരും നിങ്ങൾക്കൊന്നും നൽകേണ്ടതില്ല. എപ്പോഴാണോ നിങ്ങൾ ശാരീരിക ഭാഷയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്, അവിടെ നിങ്ങൾ തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. സുഖമായിരിക്കാൻ പഠിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിലിരിക്കുക. നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം മറ്റൊരാളെക്കാൾ മെച്ചപ്പെട്ടവനായി കാണുന്നു എന്ന് അവൾക്ക് തോന്നും. ഇത്രയുമാണ് ശാരീരിക ഭാഷയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി സംഭാഷണത്തെക്കുറിച്ച് സംസാരിക്കാം. അവളുമായി എങ്ങനെ ആശയവിനിമയം നടത്താം? ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു ഫോർമുല ഞാൻ തരാം. സംഭാഷണത്തിന്റെ 50% അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചായിരിക്കണം. 30% ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ആകാം. ബാക്കി 20% നിങ്ങളെക്കുറിച്ചുമായിരിക്കണം. ഞാനെല്ലാം വിശദമായി പറയാം. എന്തുകൊണ്ട് 50% അവളെക്കുറിച്ചും 20% മാത്രം നിങ്ങളെക്കുറിച്ചും സംസാരിക്കണം? ഏതൊരു സംഭാഷണത്തിലും മറ്റൊരാളുടെ അംഗീകാരം ആവശ്യമുള്ള ആൾ അവരെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. നിങ്ങളൊരു ജോലിക്കുള്ള അഭിമുഖം ചെയ്യുന്നതായി സങ്കൽപ്പിക്കുക. സംഭാഷണം നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചുമായിരിക്കും. അവിടെ ചോദ്യം ചെയ്യുന്ന ആളെക്കുറിച്ച് ആയിരിക്കില്ല. കാരണം ജോലി ആവശ്യമുള്ളത് നിങ്ങൾക്കാണ്. അവരാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇത് പെൺകുട്ടികളുമായുള്ള സംഭാഷണത്തിലും ബാധകമാണ്. മറ്റൊരാളുടെ അംഗീകാരം ആവശ്യമുള്ള ആൾ അവരെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവളെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അവളെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാമെന്ന് നോക്കാം. സംഭാഷണം അവളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം. അവൾക്കിഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും, അവളുടെ ബാല്യകാലം, ജീവിതത്തിൽ അവൾ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അവളുടെ സ്വപ്നങ്ങൾ, ഒഴിവു സമയങ്ങളിൽ അവൾ എന്തു ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, അവൾ പോസിറ്റീവായി കാണുന്ന കാര്യങ്ങൾ, നെഗറ്റീവായി കാണുന്ന കാര്യങ്ങൾ എല്ലാം സംഭാഷണത്തിൽ ഉണ്ടാകണം. സംഭാഷണത്തിന്റെ 30% നിങ്ങളുടെ ചുറ്റുമുള്ളതിനെക്കുറിച്ചോ മറ്റെന്തിനെക്കുറിച്ചോ ആകാം. ഈ ഭാഗത്ത് നിങ്ങളൊരു കാര്യം മാത്രം ഓർക്കുക. നിങ്ങൾ എന്തു പറയണമെന്ന് ചിന്തിക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്തും സംസാരിക്കുക. നിങ്ങൾ 10 വർഷമായി അറിയാവുന്ന ഒരു സുഹൃത്തിന്റെ അടുത്തിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. എല്ലാ കാര്യങ്ങളും സംസാരിക്കുക. മണ്ടത്തരങ്ങൾ പറയാനും മടിക്കരുത്. ഗൗരവമായിരിക്കേണ്ടതില്ല. നിങ്ങൾ മദ്യപിച്ചിരുന്ന് സംസാരിക്കുന്നത് പോലെ തോന്നണം. ഒരാശയം അറിയിക്കാനോ ഗൗരവമായി സംസാരിക്കാനോ ശ്രമിക്കേണ്ടതില്ല. സംസാരിച്ചുകൊണ്ടേയിരിക്കുക. സംഭാഷണത്തിന്റെ 30% നിങ്ങൾ ചുറ്റുമുള്ളതിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ തമാശയായി സംസാരിക്കുക. ഏതെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടെങ്കിൽ ദേഷ്യപ്പെടരുത്. നിങ്ങളുടെ അഭിപ്രായം സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് അവരുടെ അംഗീകാരം ആവശ്യമില്ല. എല്ലാ കാര്യത്തിലും നിങ്ങൾ യോജിക്കേണ്ടതില്ല. ഇനി 20% നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മികച്ചതാണെന്ന് കാണിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചോ സാഹസികതയെക്കുറിച്ചോ സംസാരിക്കേണ്ടതില്ല.
ഒരു നല്ല ഉപദേശം തരാം. നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വയം പരിഹസിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പറയുന്ന കഥയിൽ നിങ്ങളെക്കുറിച്ച് മോശമായി പറയുക. നിങ്ങൾ മികച്ചതാണെന്ന് കാണിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരുടെ അംഗീകാരം ആവശ്യമില്ലെന്ന് അവൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു നിഗൂഢതയായിരിക്കണം. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു നിഗൂഢതയുണ്ടാകണം. ഇതിനെക്കുറിച്ച് ഞാനൊരു പ്രത്യേക വീഡിയോ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഒരു ചെറിയ വിവരണം നൽകാം. നിങ്ങളെല്ലാം അഭിനയിക്കുകയല്ല. കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് വെളിപ്പെടുത്താതിരിക്കുക. മിക്ക പുരുഷന്മാരും പെൺകുട്ടികൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായ മറുപടി നൽകുന്നു. ഉദാഹരണത്തിന്, എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഞാനൊരു ABC കമ്പനിയിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ അവർ കൂടുതൽ വിവരങ്ങൾ പെട്ടെന്ന് നൽകുന്നതിലൂടെ അവരുടെ മൂല്യം കുറയ്ക്കുന്നു. ഇങ്ങനെ മറുപടി നൽകുന്നതിന് പകരം അത്രയൊന്നും ധൃതി വേണ്ട, നമ്മളിപ്പോൾ പരിചയപ്പെട്ടതല്ലേ, അപ്പോഴേക്കും എന്നെ ചോദ്യം ചെയ്യാമെന്നൊക്കെ ചോദിക്കാം. നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് വെളിപ്പെടുത്താതിരുന്നാൽ അവൾക്കറിയാൻ കൂടുതൽ ആഗ്രഹമുണ്ടാകും. ഇതിനെക്കുറിച്ച് ഉദാഹരണങ്ങൾ താഴെ നൽകാം. അവൾ: ശനിയാഴ്ച രാത്രി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ: വളരെ രസകരമായൊരു കാര്യം ചെയ്യുന്നു, പക്ഷേ അത് രഹസ്യമാണ്. അവൾ: നിങ്ങൾ എപ്പോഴെങ്കിലും പ്രണയത്തിലായിട്ടുണ്ടോ? നിങ്ങൾ: എനിക്കത്ര ഉറപ്പില്ല, നമ്മളിപ്പോൾ അത്ര അടുത്തൊന്നുമല്ലല്ലോ. അവൾ: നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ: ഒന്ന് ഊഹിച്ചു നോക്ക്, ശരിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മിഠായി തരാം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ അവൾ നിങ്ങളെ പരീക്ഷിക്കാൻ ശ്രമിക്കും. നിങ്ങൾ അവളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ ശരിയായ ആളാണോ എന്നറിയാൻ വേണ്ടി അവൾ പല കാര്യങ്ങളും ചെയ്യും. ഈ പരീക്ഷകൾ വരുമ്പോൾ പല പുരുഷന്മാരും പരിഭ്രാന്തരാവുകയും ശ്രദ്ധ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ഈ ഫോർമുലകളെല്ലാം തന്നിട്ടുണ്ടെങ്കിലും ഒരു പരീക്ഷയിൽ തന്നെ നിങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയോ നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് അവൾ സംശയിക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പരീക്ഷകളെ നമ്മൾ എങ്ങനെ നേരിടണം? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം.